നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ ആയിക്കോട്ടെ, അല്ലെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ആയിക്കോട്ടെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മോഡൽ തന്നെയാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഓരോരോ ഷെഡ്യൂളായിട്ട് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വ്യൂവിൽ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഷെഡ്യൂൾസ്, പിന്നെ മെറ്റീരിയൽ ടേക്ക് ഓഫ്, ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അത് എടുക്കാൻ പറ്റും. ഈ പ്രോജക്റ്റ് ബ്രൗസറിനകത്ത് ഇവിടെ ഷെഡ്യൂൾസ് എന്നുള്ളതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. ഈ മെറ്റീരിയൽ ടേക്ക് ഓഫ് പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഫയൽസ്, സബ് കോൺസ് എലിമെൻറ്റ്സ് എല്ലാം തന്നെ വരുന്നതാണ് ഈ മെറ്റീരിയൽ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ന്യൂ ഷെഡ്യൂളായിട്ട് തന്നെ എടുക്കുക, മെറ്റീരിയലായിട്ട് എടുക്കാതെ ഷെഡ്യൂളായിട്ട് തന്നെ എടുക്കുക. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു വോൾ എടുക്കുക, പക്ഷേ അതിനകത്ത് ഒരു സ്വീപ്പോ അല്ലെങ്കിൽ റിവീലോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ആ ഒരു കാൽക്കുലേഷനിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ആദ്യം നമുക്ക് മെറ്റീരിയൽ ടേക്ക് ഓഫ് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷെഡ്യൂൾസിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ മെറ്റീരിയൽ ടേക്ക് ഓഫ് എന്നുള്ളത് ഞാൻ എടുക്കുക. എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ആർക്കിടെക്ചർ, സ്ട്രക്ചർ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പൈപ്പിംഗ് എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് മിസ്സായി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആർക്കിടെക്ചർ മാത്രം വെച്ചിട്ട് എടുക്കുകയാണ്. ഇതിനകത്ത് മൾട്ടി കാറ്റഗറി മെറ്റീരിയൽ ടേക്ക് ഓഫിനാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാനൊരു വോളാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വോൾ മെറ്റീരിയൽ ടേക്ക് ഓഫ്, വോളിൻ്റെ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ടേക്ക് ഓഫാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, വോൾസ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ അതിനകത്ത് ന്യൂ കൺസ്ട്രക്ഷൻ പിന്നെ എക്സിസ്റ്റിങ്ങേ ഉണ്ട്. നമ്മൾ ന്യൂ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ ടേക്ക് ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വോളിൽ എന്തൊക്കെ സംഭവമാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ വോളാകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഫാമിലി ആൻഡ് ഫാമിലി ടൈപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫാമിലി, വോൾ ഫാമിലി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ വോൾ, പാരപ്പറ്റ് വോൾ, അങ്ങനെ വോളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. വോളിന് പറയുന്നത് ഫാമിലി, ടൈപ്പിന് പറയുന്നത് നമുക്ക് പാരപ്പറ്റ് വാൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വോൾ, എക്സ്റ്റീരിയർ വോൾ, അതുപോലെയുള്ള ടൈപ്പുകളാണ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം എടുക്കുക. ആദ്യം നമ്മൾ ഫാമിലി ആൻഡ് ടൈപ്പാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഏരിയ, എത്രയാണ് ഏരിയ എന്നുള്ളത് നമ്മളിങ്ങനെ എടുക്കുക. ഏരിയ എടുക്കാം, അതർവൈസ് നമുക്ക് വോള്യൂം വേണമെങ്കിലും എടുക്കാം. ഈ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും ഏരിയയെക്കാട്ടിലും എടുക്കുന്നത് മെറ്റീരിയൽ വോള്യൂം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സെക്കൻഡ് ഫാമിലി ആൻഡ് ടൈപ്പ് എടുത്തു. പിന്നെ ഞാൻ ഫാമിലിയും കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഫാമിലി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എടുക്കാൻ പോകുന്നത് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്. പിന്നെ ഉള്ളത് മെറ്റീരിയലിൻ്റെ വോള്യൂം, എത്രയാണ് കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വോള്യൂം കൂടെ നമുക്ക് വേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ നമുക്കൊന്നും ചെയ്യാനില്ല, സോർട്ടിങ്ങിനകത്ത് പോവുക. ഷോർട്ടിങ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫാമിലി ആൻഡ് ടൈപ്പിലാണ് നമ്മൾ വരുന്നത്, അല്ലെ ഫാമിലി വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, ഹെഡർ എടുക്കുക, ബ്ലാങ്ക് ലൈൻ എടുക്കുക, പിന്നെ ദെൻ ബൈ നമുക്ക് ഫാമിലി ആൻഡ് ടൈപ്പ് എടുക്കുക, ഹെഡർ എടുക്കുക, ബ്ലാങ്ക് ലൈൻ എടുക്കുക, പിന്നെ ഗ്രാൻഡ് ടോട്ടൽസിനുള്ളത് എടുത്ത് ഇവിടെയും കൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോഴേ നമുക്ക് ടൈറ്റിൽ ടോട്ടൽ കൗണ്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ടോട്ടൽസ് 1 കൊടുക്കുക. ഫോർമാറ്റിംഗ് പോവാം. ഫോർമാറ്റിംഗ് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുമ്പ് നമുക്ക് ഫീൽഡിൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ടൈപ്പ് അറിയാം, ഫാമിലി അറിയാം, മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയൽ വോള്യൂം. നമുക്ക് ടോട്ടൽ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനകത്ത് ഒരു കാൽക്കുലേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വോട്ടെവർ. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്നുള്ളത് വെക്കുക. കോമൺ ഇവിടെ ടൈപ്പ് എന്ന് പറയുമ്പോൾ, കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് കറൻസിയാണ്. ഓക്കെ, കറൻസി നമ്മൾ എടുക്കുക. ഇവിടെ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വോള്യൂം, മെറ്റീരിയൽ വോള്യൂം ഇൻറ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, ബൈ നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ക്യൂബിക് മീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഒരു ക്യൂബിക് മീറ്റർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, താഴെ നമുക്ക് ബൈ 1 കൊടുക്കണം. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ അടുത്ത ഫിൽറ്റർ, പിന്നെ സോർട്ടിങ്ങിൽ നമ്മൾ ഫാമിലി ആൻഡ് ടൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഫോർമാറ്റിംഗ് ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് എടുത്തിട്ട് ഇതിനെ റൈറ്റ് അലൈൻഡോ സെൻട്രൽ അലൈൻഡോ ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ടോട്ടൽസ് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ അപ്പിയറൻസ് നമ്മൾ ഇതിനകത്തൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല.
പിന്നെ നമ്മളിത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഓക്കെ കൊടുക്കാൻ പോവാം. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഷെഡ്യൂൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഫാമിലി ടൈപ്പ് ഫാമിലി, പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നിടത്ത് 0 ആണ്. മെറ്റീരിയൽ വോള്യൂം ഇരിപ്പുണ്ട്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇത്. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് തന്നേക്കുന്നത്. വൈ? ബിക്കോസ് ഇതിൽ എത്ര ടൈപ്സ് ആണ് ഉള്ളതെന്ന് ആദ്യം നമ്മളിന്ന് നോക്കണം. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ബേസിക് വോളിൽ തന്നെ ബേസിക് വോൾ BE23, ബേസിക് വോൾ BE23-2, പിന്നെ ബേസിക് വോൾ W23 എന്നുള്ള ഒരു 3 കാറ്റഗറിയിലുള്ള വോളാണ് ഈ പ്രോജക്റ്റിൽ ടോട്ടലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്യൂബിക് മീറ്ററിൽ വോള്യൂം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആർക്കിടെക്ചർ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 2ൽ പോവുക. ഓക്കെ, ഇപ്പോൾ ഓരോരോ വോളിൻ്റെയും അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ക്ലിക്കിൽ എഡിറ്റ് ടൈപ്പ് പോവുക. എഡിറ്റ് ടൈപ്പ് പോയിട്ട് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ മെറ്റീരിയൽ കൊടുത്തിരിക്കുകയല്ലേ, കോൺക്രീറ്റ് പ്രീകാസ്റ്റ്. ഇതിൻ്റെ റേറ്റാണ് നമുക്കിപ്പോൾ മെറ്റീരിയൽ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതെവിടെ നിന്നാന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽ എടുക്കില്ലേ, മെറ്റീരിയൽ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ബ്രൗസറിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഒരു ക്യാപ്ഷൻ ഉണ്ട് ഐഡൻറ്റി. അതിനകത്ത് എടുക്കുമ്പോൾ ദർ ഈസ് എൻ കോസ്റ്റ്. ഇതാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഞാനിപ്പോൾ ഒരു 50 എന്നുള്ളത് per യൂണിറ്റ് എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ 50 എന്നുള്ളത് ഞാൻ കൊടുക്കുക. മേ ബി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുത്തു. ഇനി പിന്നെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, BE23-2 ഉണ്ടായിരുന്നത് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എടുക്കുക. അതേ മെറ്റീരിയൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൊടുക്കേണ്ട കാര്യമില്ല, അതവിടെ തന്നെ കാണും. കണ്ടോ, 50. ഓക്കെ, ഇഫ് ഇൻ കേസ് മെറ്റീരിയൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എടുത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ വോൾ 24 എന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നു, വോൾ 23 ഉണ്ടായിരുന്നു. അതിനെ എഡിറ്റ് എടുക്കുക. എന്നിട്ട് ആ ഒരു മെറ്റീരിയലിലും പോയി നോക്കുമ്പോഴത്തേക്കും സെയിം അതേ ഒരു റേറ്റ് തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റേറ്റ് എല്ലാം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇതുമായിട്ട് ഞാനിപ്പോൾ ഞാൻ ഇവിടെ ഒരു വട്ടം നമ്മൾ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ദർ ഈസ് എൻ കോസ്റ്റ്, ദർ ഈസ് എൻ ടോട്ടൽ. ഓക്കെ, ഇത്ര എമൗണ്ടാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ബേസിക് 50 അല്ല, നമുക്ക് 10, 12 ആ ഒരു ലെവലിലേ വരത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ബേസിക് വോളിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് അനുസരിച്ച് മാത്രം വരിക. ഇപ്പം നമുക്ക് ഈ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രീകാസ്റ്റ് എന്നുള്ളത് ഇൻക്ലൂഡിങ് മോട്ടറായിട്ടുള്ള ഒരു ബ്രിക്കാണ് നമ്മൾ അളവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര ക്യൂബിക് മീറ്റർ വരുമ്പോഴത്തേക്കും വോള്യൂം അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് മെറ്റീരിയൽ ടേക്ക് ഓഫ്. ഇൻ ദ ടേംസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന സംഭവം. ഓക്കെ, ഇപ്പം ഞാൻ മെറ്റീരിയൽ ഇല്ലാതെ വോൾ വെച്ചിട്ട് എടുക്കാൻ പോവുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇത് തന്നെയാണ്. ഞാൻ വ്യൂ പോവുക, വ്യൂവിനകത്ത് ഷെഡ്യൂൾസ് എടുക്കുക, ഷെഡ്യൂൾസ് ആൻഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഉണ്ട് ഇവിടെ മെറ്റീരിയൽ ടേക്ക് ഓഫ് എന്നുള്ളത് നമുക്കിവിടെ വന്നിട്ടില്ലേ, ഇതൊരു ന്യൂ ഷെഡ്യൂളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വോൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ വോൾ എന്നുള്ളത് എടുക്കുക. വോൾ എന്നുള്ളത് എടുത്തു കഴിഞ്ഞതിന് ശേഷം വോൾ ഷെഡ്യൂൾ എന്നുള്ളത് വരുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ന്യൂ കൺസ്ട്രക്ഷൻ അതർവൈസ് എക്സിസ്റ്റിംഗ്. ഇവിടെ ന്യൂ കൺസ്ട്രക്ഷൻ കൊടുത്തു, ഓക്കെ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഫാമിലി ആൻഡ് ടൈപ്പ് എന്നുള്ളത് എടുക്കുക. ഓക്കെ, പിന്നെ കോസ്റ്റ് എടുക്കുക, പിന്നെ ഞാൻ ഏരിയ എടുക്കാൻ പോവാം. വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ആദ്യം ഫാമിലി ആൻഡ് ടൈപ്പ് എടുക്കണം. ഇൻ കേസ് നിങ്ങൾ വിട്ടിട്ട് താഴെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിമെൻറ്റ്സ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാൻ പറ്റും. ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, അധികം ഇൻഡെപ്ത് പോകുന്നില്ല. അപ്പോഴത്തേക്കും ഓരോരോ ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കൺഫ്യൂസ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ളത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് വോൾ. ഓക്കെ, അപ്പം ഞാനിവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് വോൾ എന്നുള്ളത് കൊടുക്കുക. ഇത് ഇൻക്ലൂഡിങ് ലേബർ ചാർജസും കൂടെ വരും കേട്ടോ. ഇത് ഇപ്പോൾ ഡിസിപ്ലിൻ കോമൺ എന്ന് പറയുന്നത് കറൻസിയാണ്. ഓക്കെ, കോസ്റ്റിന് വരുമ്പോഴേ കറൻസി ആയിരിക്കും. ഏരിയ, ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇപ്പോൾ സ്ക്വയർ ഫീറ്റാണെന്ന് വെച്ചോ, ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ് എന്നുള്ളതേ പറയത്തുള്ളൂ. ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിൽ കിടക്കുക. മീറ്റർ സ്ക്വയർ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിവൈഡഡ് ബൈ 1/2 എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും കറൻസിയിലോട്ട് നമുക്ക് സംഭവം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അടുത്ത ഫിൽറ്റർ നമുക്കൊന്നും ചെയ്യാനല്ലേ, സോർട്ടിങ്ങിനകത്ത് പോവുക. ഇതിനകത്ത് ഞാൻ ഫാമിലി ആൻഡ് ടൈപ്പാണ് ഹെഡറായിട്ട് കൊടുക്കുന്നത്. ബ്ലാങ്ക് ലൈൻ, പിന്നെ ഗ്രാൻഡ് ടോട്ടൽസ്, ടൈറ്റിൽ, കൗണ്ട് ആൻഡ് ടോട്ടൽസ് എന്നുള്ളത് കൊടുക്കുക. ഫോർമാറ്റിംഗ് പോവുക. ഫോർമാറ്റിങ്ങിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് വോൾ കൊടുത്തിട്ട് ആ ഒരു ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണോ റൈറ്റ് ആണോ സെൻറ്റർ ആണോ എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ടോട്ടൽസ്.
എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് വാൾ. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്കിതിവിടെ ക്രിയേറ്റ് ആയി വന്നു കഴിഞ്ഞു. ഇവിടെ കണ്ടോ, ഇവിടെ ഫാമിലി ടൈപ്പ് സെയിം അത് തന്നെയാണ്. ബട്ട് അഗെയിൻ ഇവിടെ കോസ്റ്റ് കണ്ട് 0 വന്നിരിക്കുന്നത്. വൈ? നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ്. അത് മെറ്റീരിയൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ കോസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് വാൾ ഉണ്ട്, ഇത്രയും ഏരിയ ഉണ്ട്. ഇതിനുള്ള കോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക് വാൾ PE23. അപ്പോൾ ഈ ലെവൽ 2 പോവുക, എന്തെങ്കിലും ഒരു വാൾ ഇപ്പോൾ W23 എന്നുള്ളതിൽ എടുക്കുക, എഡിറ്റ് കൊടുക്കുക. ഇവിടെ എഡിറ്റിൽ തന്നെ ഈ ഒരു സ്ട്രക്ചർ എഡിറ്റ് അല്ല, അല്ലാതെ ഈ ഒരു എഡിറ്റ് ടൈപ്പിൽ തന്നെ നമുക്ക് ലോസ്റ്റ് അവസാനമായിട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കിടപ്പുണ്ട്. ഞാനിവിടെ ഒരു 100, ഒരു സ്ക്വയർ ഫീറ്റിന് 100 ആണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിന് നമുക്ക് 25 ആണ് എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് വെച്ചു. ഇപ്പം ഞാനിങ്ങനെ കോസ്റ്റ് അപ്ലൈ ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണെന്നുള്ളത് വെച്ചിട്ട് അറിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു വേറെ ഒരു ഇതെടുക്കാം. സമോട്ട് ഉണ്ടായിരുന്നല്ലോ, BE23 എഡിറ്റ് ടൈപ്പ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കോസ്റ്റും കൂടെ ഞാനിവിടെ ഒരു റാൻഡമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, 50 കൊടുത്തു. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, BE23 എഡിറ്റ് ടൈപ്പ് എടുത്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാനൊരു 45 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ 3 ടൈപ്പിലുള്ള വോളേ ഉണ്ടായിരുന്നല്ലോ, 3 ടൈപ്പിനുള്ളതും ഞാൻ കോസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഓരോരോ ടൈപ്പായിട്ടുള്ള വോളും എത്രയാണ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എത്രയാണ് ഏരിയ ഉള്ളത് അതനുസരിച്ചാണ് നമുക്ക് കോസ്റ്റ് ഇവിടെ വരിക. ഇപ്പോൾ വാൾ ഷെഡ്യൂൾ, ഈ ഷെഡ്യൂളിനകത്ത് വാൾ ഷെഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ കോസ്റ്റ് കൊടുത്തിരിക്കുന്നതനുസരിച്ച് എനിക്കിവിടെ കോസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ ചെയ്യുക. അല്ലാത്തത് നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ആദ്യം മെറ്റീരിയൽ ടേക്ക് ഓഫ് നോക്കി, ഇത് കോസ്റ്റാണ്.